അനീഷേട്ടാ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, അനീഷേട്ടൻ ഭയങ്കര ജേർണലിസ്റ്റ് അല്ലായിരുന്നു? എന്നെ ഇത്ര ചിരിക്കുന്നത്. എന്നിട്ട് അനീഷേട്ടൻ ജേർണലിസം മുന്നോട്ട് കൊണ്ടുപോകാതെ അഭിനയിക്കാനായിട്ടൊക്കെ വന്ന എങ്ങനെയാ? തെറ്റായി പോയോ? ഞാൻ ഒരിക്കലും പറയുകയല്ല, പക്ഷെ ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബുജ്ജി അങ്ങനത്തെ ഒരാൾക്കാരല്ലേ അല്ലേ? അല്ല അത് ഒരു പുച്ഛം അല്ല, ശരിക്കും അങ്ങനെയല്ലേ പറയാ? അവരങ്ങനെ അവരുടെ തോട്ടൊക്കെ അങ്ങനെയാന്ന്. അനീഷേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ വെരി ഫ്രണ്ട്ലി. എന്താ പറയാ, നമ്മള് നിത്യേന കാണുന്ന ഒരു മനുഷ്യന്റെ ക്യാരക്ടറാണ് മിക്കപ്പോഴും കാണുന്നത്. അപ്പൊ ഇത്രയും ഫ്രണ്ട്ലി ആവാൻ ഒരു ജേർണലിസ്റ്റിന് പറ്റും എന്നൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിശയം തോന്നുക. ആ ഒരു ഫീൽഡ് വിട്ടെ? അല്ല അങ്ങനെയല്ല, എന്നാൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മെയിൻലി എനിക്കിപ്പോഴും ഇഷ്ടം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫീൽഡ് അഭിനയം തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേറ്റ് ലെവലൊക്കെ മിമിക്രിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും വിട്ടു? മിമിക്രി ഒക്കെ ഉണ്ട്, ഇപ്പോൾ മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഇതെല്ലാം ഉണ്ടെന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഈ എഴുതുന്നെന്ന് പറഞ്ഞാൽ ബുക്കുണ്ടോ? ബുക്ക് എഴുതുന്നോ? ബുക്സ് അല്ല, ഞാൻ ചില കഥകളൊക്കെ എഴുതാറുണ്ട്, ചില സ്ക്രിപ്റ്റിംഗ്. ഇതിന്റെ ഇടയിൽ നിങ്ങളെ വഴക്ക് പറയുന്നതിലും പരിഭവം പറയുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം ഞാൻ വിട്ടുപോയി. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വരുന്ന വഴിക്ക് എനിക്ക് എന്നതേലും മേടിച്ചുകൊണ്ട് വന്നോ? അറ്റ്ലീസ്റ്റ് ഒരു മധുരോ ഒരു മുട്ടായിയേലും. എന്നാ ഒരു ആങ്ങളെയും പെങ്ങളോ എന്നാത്തിനാന്നറിയാമോ? 10 പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കല്ലേ? എന്നാത്തിനാ? ആന്ന് നാണല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ. മനസ്സിലായില്ലേ അല്ലേ? അഭിമാനത്തോടെ ഞാൻ പറയുമ്പോ അറ്റ്ലീസ്റ്റ് സന്തോഷപൂർവ്വം എനിക്ക് എന്നതേലും ഒന്ന് മേടിച്ചോണ്ട് വരാനും ഒന്നും മനസ്സിലാവാതിരിക്കുന്നു. മിണ്ടിപ്പോയത് എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി അനീഷേട്ടൻ എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അനീഷേട്ടന്റെ കാര്യം മനസ്സിലായി. കുഞ്ഞെ, നിങ്ങളുടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് 500 എപ്പിസോഡായിരുന്നു. ഇപ്പൊ അനീഷേട്ടൻ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി. അതാണ് അനീഷേട്ടൻ ഇങ്ങനെ ചോദിച്ചത്. ഞാനത് കൈപ്പത്തി എന്തായിരിക്കും? അനീഷേട്ട എങ്ങനെ സഹിക്കുന്നു? പ്ലീസ് ആണല്ലേ? ഇപ്പൊ നമുക്ക് അരമണിക്കൂറിനാ കാര്യം മനസ്സിലാവുമായിരിക്കും അല്ലേ? എന്തോരാന്ന് ആങ്ങളെയും പെങ്ങളും 10 പൈസ കയ്യിൽ നിന്ന് എടുത്തൊന്നും ചെലവാക്കുകയല്ലേ അല്ലേ? ഞങ്ങളൊക്കെ കാണുന്ന നേര് തന്നെയാ. ആങ്ങളെ ചെലവാക്കും, പെങ്ങള് ചെലവാക്കൂല. ആങ്ങളയുടെ കൂടെ മേടിച്ചേച്ച് പെങ്ങൾ അങ്ങ് കാര്യം നടത്തുവേ. പക്ഷെ ക്യാരക്ടേഴ്സ് ഭയങ്കര ലൈവാ അല്ലെ? ഒത്തിരി ലൈവാ. എനിക്ക് തോന്നുന്നു ശരിക്കും റിയൽ ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്തോ ഇങ്ങനെയൊക്കെ അനീഷേട്ടന്റെ കാഴ്ചപ്പാടില്? ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും എന്റെ ചേച്ചിയും നല്ല ഭയങ്കര കൂട്ടാ. ഞങ്ങൾ 4 പേരാണ്. ഇതേപോലെ തല്ലൊക്കെ ഉണ്ടാക്കാം എപ്പോഴും? വഴക്ക് കൂടാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. എനിക്കൊരു വിഷമം വന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. അപ്പൊ ഞാൻ മഞ്ജുനോട് അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നാറുണ്ട്. മഞ്ജു ഞാൻ നല്ല കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മഞ്ജുനോട് അഭിനയിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അല്ല, മഞ്ജു ഭയങ്കര നാച്ചുറൽ ആണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മഞ്ജു ഭയങ്കര ഏത് ക്യാരക്ടർ കൊടുത്താലും മഞ്ജു നല്ല അസൽ ആ ഒരു ക്യാരക്ടറിലേക്ക് അങ്ങ് കേറും. പിന്നെ മഞ്ജു പിന്നെ ആവുള്ളൂ. മഞ്ജു പത്രോസിനെ പിന്നെ അവിടെ നോക്കുക ചെയ്യരുത്. റിയലി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് കൂടെ നിൽക്കുന്നവര് ഇതാവുമ്പോൾ നമ്മളും കൂടി ഇതാവുന്നതാണ്. ആ സത്യം. അതായത് മഞ്ജു അത്രയും നല്ലൊരു ആക്ട്രസ് ആണ്. അതുകൊണ്ടാണ് അനീഷേട്ടനൊക്കെ ഇത്രയും നല്ല റേഞ്ച് കിട്ടുന്നതെന്നാ പറയുന്നത്. അതല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയും ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പുകഴ്ത്താണെന്ന് പറയാം. അങ്ങനെയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഷോട്ടില് എനിക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അങ്ങോട്ട് പോയിട്ട് എന്നെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും വാ നീ ഓടി വാ എൻ്റെ അടുത്തേക്ക് വാന്ന് എന്നെ വിളിക്കണ പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തോ അതൊന്നും റിഹേഴ്സലൊന്നും ഉണ്ടായിട്ടല്ല. ഓടിച്ചെന്ന് അപ്പോഴത്തേനും ഇങ്ങനെ പിടിച്ച് അതൊക്കെ എനിക്കപ്പോൾ ഒരു പെങ്ങളായിട്ട് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ഫീല് അവിടെ നിന്ന് കിട്ടുന്നോണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് കറക്റ്റാ. അത് കുറെ ദിവസവും കൂടെ ആവുമ്പോൾ നമുക്ക് ആ വേവ് ലെങ്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെ? ഇതിന്റെ ഇടയിൽ അനീഷേട്ടൻ ഒരു ക്രെഡിറ്റും കൂടെ തന്നേ പറ്റുള്ളൂ. അനീഷേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. ഇതെന്തൊന്നും മിണ്ടാത്ത ഇത് സത്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനീഷേട്ടൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാത്തിനാ? ആക്ടിങ് ആണോ, കോമഡി ആണോ, ഡയറക്ഷൻ ആണോ, എഴുത്താണോ, ജേർണലിസം ആണോ? എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു നിലപാടിൽ നിൽക്കണമെന്ന് എല്ലാരും പറയുന്നു അല്ലേ? ഒരു കഞ്ചിയെ കാലുകുത്തണമെന്നാ പറയുന്നത്. പക്ഷെ സകലകല വല്ലഭനാവുന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ എന്നാലും അനീഷേട്ടൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ? അല്ല, എനിക്ക് ഇതാണ് എപ്പോഴും. എനിക്ക് വേറൊന്നും അറിയില്ല, എനിക്ക് ഇത് മാത്രമേ അറിയാവൂ, ഇതൊക്കെ അറിയൂ. അപ്പൊ ഇതിലങ്ങ് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷം. പക്ഷെ അനീഷേട്ടൻ എൻ്റെ കൂടെ ഒരു കാര്യം കൊണ്ടുണ്ട്. പറയാൻ തുടങ്ങി ഞാനിങ്ങനെ ഓർക്കുവാണ്. അനീഷേട്ടൻ ഒന്നും പറയുന്നില്ല. അനീഷേട്ടൻ ആങ്കർ ആയിരുന്നില്ലേ? അതെ.
ഇല്ല പറ ഞാൻ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഓർത്ത് അനീഷേട്ടന് എന്നാ അനീഷേട്ടൻ പറയുവോ ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട്. ആങ്കറിങ്ങിന് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അനീഷേട്ടാ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തു അനീഷേട്ടൻ ചെയ്തത്. ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അനീഷേട്ടൻ ആദ്യമൊക്കെ ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു, വയസ്സായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒത്തിരി സീരിയസ് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്ന ഭയങ്കര ഹ്യൂമർ. അനീഷേട്ടൻ എന്താ ഉദ്ദേശം? അതൊരു ഭാഗ്യമല്ലേ നമുക്ക്. സത്യം, ബീങ് ആൻ ആക്ടർ അത് ശരിക്കും ഒരു ഭാഗ്യമാണ്. നമുക്ക് പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ശരിക്കും അനീഷേട്ടൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക ഹ്യൂമറാണോ ഏറ്റവും കൂടുതൽ? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല, പക്ഷേ എങ്കിലും എനിക്ക് എല്ലാം ഇഷ്ടമാണ്, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ പറയില്ല, എപ്പോഴും അഭിനയിക്കുക അല്ലെങ്കിൽ അതിനൊരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഡയറക്ഷൻ ഒരു പ്രാവശ്യം ചെയ്തോളൂ? അല്ല, ഞാൻ ഈ റിയാലിറ്റി ഷോസൊക്കെ നേരത്തെ വരുന്ന സമയത്തൊക്കെ ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള ഷോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയാം, ഞാൻ ബേസിക്കലി പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. അമച്വർ നാടകം, പരീക്ഷണ നാടകം, പിന്നെ പ്രൊഫഷണൽ നാടകം, അങ്ങനെ വന്ന ആളാണ്. പിന്നെ സർക്കാരിന്റെ കഥാപ്രസംഗ കോഴ്സ് സാംബുശ സാറിന്റെ ഗുരുവായിരുന്നു. ഏതാ പഠിക്കാത്തത്? അതല്ലേ കറക്റ്റ് ചോദ്യം. പഠിച്ചത് ഏതെന്ന് ചോദിക്കാൻ പാടില്ല. അതും കൂടെ സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ പഠിച്ചത്. പിന്നെ അളിയനെ കുറിച്ച് പറയാം, അളിയൻ വേഴ്സസിന്റെ എൻ്റെ ഏറ്റവും വലിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തു വന്ന പാറ്റേണിൽ നിന്ന് വ്യത്യാസമുള്ളൊരു രീതിയാണ്. കാരണം ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതുവരെ നമ്മൾ കണ്ടൊരു ലൊക്കേഷനേ അല്ല അളിയൻ വേഴ്സസിൻ്റെ ലൊക്കേഷൻ. നമ്മൾ രാവിലെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഫുഡ് എല്ലാം കഴിച്ച് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥ പറയും. ചിലപ്പോൾ ഒരു 1 ലൈൻ ഉണ്ടാവും. അതിങ്ങനെ മഞ്ജു വായിക്കും. മഞ്ജുവാണ് വായിക്കുന്നത്. മഞ്ജു ഇങ്ങനെ വായിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ച് ഓരോരുത്തരും ഓരോ വേർഷനിൽ ഇങ്ങനെ പറയും. അങ്ങനെയാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയലോഗ് ഇങ്ങനെ നോക്കി പറയുകയോ കേട്ട് പറയുകയോ ചെയ്യുന്നതല്ല. ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം പറയും. ഒരു തിരക്കഥയിൽ ഒരു സംഭവം പറഞ്ഞ പോലെ പിന്നെ നമ്മളാണ് സംഭാഷണം ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെയാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലെയും ക്രിയേറ്റിവിറ്റി ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവസരം തരുന്നത് രാജേഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് അതത്ര വേണ്ട, ഇതിങ്ങനെ ചെയ്യുന്ന പറയുന്ന ഒരാൾ അല്ല. ഹലോ അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തൊലഞ്ഞ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം പോയി. പിന്നെ അങ്ങോട്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇപ്പോൾ മഞ്ജു ആയാലും ശരിയാണ്, അറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അങ്ങോട്ട് ഈഗോ ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ സ്ഥലത്ത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പിണങ്ങിയിരുന്ന തന്നെ രാജേഷ് വന്ന് അപ്പോഴെ തന്നെ റെഡിയാക്കി എടുക്കും. മിണ്ട് സംസാരിക്കാൻ എന്താ പിണങ്ങിയിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അതെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതിന്റെ ഇടയ്ക്ക് വഴക്കുമൊക്കെ ഉണ്ടാകും. അവനവൻ ഇങ്ങനെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള തർക്കിച്ചാണ് കറക്റ്റ് സ്ഥലത്ത് എത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അതിന് അങ്ങനെ ചെയ്യുന്നത്, അതിപ്പോ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷയുടെ പറഞ്ഞ ഒരു ഈഗോ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനകത്ത് ഒരു പ്രശ്നമേ ഇല്ല. മറ്റേ ഈഗോ വർക്ക് ചെയ്യുമ്പോഴാണോ ഇവള് പറയുന്നത് ഇപ്പൊ ഞാൻ അനുസരിക്കണം, അല്ലെങ്കിൽ അവൻ പറയുന്നത് ഞാൻ അനുസരിക്കണം, അത് വേണ്ട. ശരിക്കും അതൊരു മാതൃകയാവണം അല്ലെ എല്ലായിടത്തും. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. ഇത്രയും വർഷത്തെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാഠമായിരുന്നു അത്. കാരണം നമുക്ക് ഇത് എന്ത് രസമായിരിക്കുന്നു ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട്. ഞാൻ ഇനി ഒരു സിനിമ ചെയ്യാൻ ഇടയ്ക്ക് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഫുൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പണ്ട് ഞാൻ നാടകത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് പരീക്ഷണ നാടകങ്ങൾക്കൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഒരു സംഭവം നമ്മളിരുന്ന് സംസാരിച്ച് ഒരു ത്രെഡ് ഉണ്ടായി ഒരു സീഡ് വന്ന് പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്താണ് ഇംപ്രൂവൈസ് ചെയ്താണ് വരുന്നത്. ഒരു പടം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി. ഓക്കെ.